നമസ്കാരം. അവസാനം ട്രംപ് തോറ്റു പിന്മാറി. ഖമേനി ബോംബിട്ടു. ഗൾഫ് ആക്രമിക്കുമെന്നുള്ള ഇറാന്റെ തീരുമാനം, അതിൽ നിന്ന് ട്രംപിന് തോറ്റു പിന്മാറേണ്ടി വന്നു. നമുക്കറിയാമല്ലോ, ഒരു പൂ പറിക്കുന്നത് പോലെ ഈസി ആയിട്ടാണ് നിക്കോളസ് മഡൂറയെ അമേരിക്ക പിടിച്ചുകൊണ്ടുപോയത്. പക്ഷെ അതേസമയം ഇറാനെ തൊടാൻ, ആയത്തുള്ള ഖമേനിയെ തൊടാൻ അമേരിക്കയ്ക്ക് പേടിയാകുന്നു. അതെന്തുകൊണ്ടാണ്? മഡൂറയല്ല, ഖമേനി എന്ന് പറയുന്നത്. ഒരാഴ്ച മുമ്പാണ് വെനസ്വേലയുടെ പ്രസിഡന്റ് നിക്കോളസ് മഡൂറയെയും ഭാര്യയും ഞാൻ ആദ്യം സൂചിപ്പിച്ച ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടുകൂടി ട്രംപിന്റെ പട്ടാളക്കാർ പിടിച്ചുകെട്ടി അമേരിക്കയിലേക്ക് കൊണ്ടുപോയത്. പക്ഷെ അതുപോലെയല്ല ഇറാനും ഖമേനിയോട് കൂറുള്ള സൈന്യമാണ് ഇറാനുള്ളത് എന്നത് മനസ്സിലാക്കുവാൻ വൈകിപ്പോയി ട്രംപ്. മാത്രമല്ല, ഇറാന്റെ ആയുധ ശേഖരം എന്ന് പറയപ്പെടുന്നത് മാരകമാണ്. ഇറാനെതിരെ വ്യോമാക്രമണം നടത്തുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചിട്ട് ഒരാഴ്ചയിലധികം പിന്നിട്ട് കഴിഞ്ഞു. ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്നും എന്താണ് അമേരിക്കയെ പിന്തിരിപ്പിക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ? അമേരിക്കയെ ആക്രമിക്കുമെന്നും ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുമെന്നുള്ള ആയത്തുള്ള അലി ഖമേനിയുടെ വാക്കുകളാണ് അമേരിക്കയെ ഭയപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ട്രംപ് തോറ്റു പിന്മാറേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായതും ട്രംപ് യുദ്ധത്തിൽ നിന്ന് പിന്നാക്കം പായുന്നതും. ഇല്ലെങ്കിൽ ഇതിനു മുമ്പ് തന്നെ വ്യോമാക്രമണം നടത്തിയതിനെ, ഇറാനെ തകർക്കുവാനുള്ള ശ്രമം നടത്തിയതിനെ, അതിനു മുൻപ് തന്നെ ഇറാനെ തകർക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ അമേരിക്ക തകർന്ന് തരിപ്പണമായി. രണ്ടാഴ്ച മുമ്പ് ടെഹ്റാനിൽ ആരംഭിച്ച പ്രതിഷേധങ്ങൾ ഇറാനിലെ 31 പ്രവിശ്യകളിലെ 100-ലധികം നഗരങ്ങളിലേക്ക് ഇതിനകം തന്നെ വ്യാപിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. 1200-ലധികം പ്രതിഷേധക്കാർ അടക്കം ഉള്ളവർ കൊല്ലപ്പെട്ടതായിട്ടുള്ള അനൌദ്യോഗിക കണക്കുകൾ, 2004 പേർ മരണപ്പെട്ടു എന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരിക്കാത്ത കണക്കുകൾ, ഇങ്ങനെയുള്ള കണക്കുകൾ വരുന്നുണ്ട്. പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനിയുടെ നേതൃത്വത്തിലുള്ള ഇറാൻ ഭരണകൂടം മുൻകാലങ്ങളിൽ ചെയ്തതുപോലെ ക്രൂരമായിട്ടുള്ള ബലപ്രയോഗത്തിലൂടെ അസ്വസ്ഥതകൾ അടിച്ചമർത്തുകയാണ്. രാജ്യവ്യാപകമായിട്ട് ഇന്റർനെറ്റ് വിച്ഛേദിക്കപ്പെട്ടതിനാൽ യഥാർത്ഥ മരണസംഖ്യ വളരെ കൂടുതലാകുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയ മനുഷ്യാവകാശ സംഘടനകളുടെ കണക്കനുസരിച്ച് ഈ പറഞ്ഞ കണക്കുകളിൽ നിന്ന് അധികം പേർ, ഞാൻ ആദ്യം സൂചിപ്പിച്ചത് 2000-ലധികം പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. 1979-ലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാൻ നിരവധി സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും പുതിയ പ്രതിഷേധങ്ങൾ ഭരണകൂടത്തിന് ഉയർത്തുന്നത് വലിയ വെല്ലുവിളിയാണ് എന്നുള്ളതാണ്. 2022-ൽ ഹിജാബ് നടപ്പാക്കിയതിനെ ചൊല്ലി 22-കാരിയായിട്ടുള്ള മഹ്സ അമ്നി, അന്നവർ കസ്റ്റഡിയിൽ മരിച്ചതിനെ തുടർന്ന് രാജ്യത്തുടനീളം 550 പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്നുണ്ടായിട്ടുള്ള കലാപത്തെക്കാൾ വ്യാപകവും അക്രമാസക്തവുമാണ് ഇപ്പോഴത്തെ ഈ കലാപം എന്ന് പറയപ്പെടുന്നത്. അന്ന് ഈ ഹിജാബിനെതിരായിട്ടുള്ള കലാപം ഒരു സ്ത്രീപക്ഷ കേന്ദ്രീകൃത പ്രതിഷേധമായിരുന്നുവെങ്കിൽ രാജ്യവ്യാപകമായി വേഗത്തിൽ വ്യാപിച്ച ഏറ്റവും പുതിയ പ്രതിഷേധം യുവാക്കളെയും ഇറാനിലെ ധനികരായിട്ടുള്ള വ്യാപാരികൾ കൂടി പങ്കെടുക്കുന്ന ഖമേനി വിരുദ്ധ പ്രക്ഷോഭമായിട്ട് മാറി എന്നുള്ളതാണ്. 1979-ലെ വിപ്ലവത്തിന് ശേഷം ഇതാദ്യമായിട്ട് ഇറാനിലെ വ്യാപാരികളും പ്രതിഷേധക്കാർക്കൊപ്പം ചേരുന്നു എന്നുള്ള പ്രത്യേകത കൂടി ഈ പ്രതിഷേധങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഇറാനിയൻ കറൻസി ആയിട്ടുള്ള റിയാലിന്റെ മൂല്യം കുൽസിത മാർഗങ്ങളിലൂടെ തകർക്കാൻ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ ശക്തികൾക്ക് കഴിഞ്ഞതോടെയാണ് വ്യാപാരികൾ കൂടി ഖമേനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് $1 288 റിയാൽ ഇപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞാൽ ഈ ദുരവസ്ഥ മനസ്സിലാക്കാനാകും. അപ്പോൾ ഇതോടെയാണ് ഡിസംബർ 28-ന് വ്യാപാരികൾ കൂടി അല്ലെങ്കിൽ ഇതിനോടൊപ്പം ചേർന്നുകൊണ്ട് ടെഹ്റാനിൽ വൻ പ്രതിഷേധ പ്രകടനങ്ങൾ ആരംഭിച്ചത്. വ്യാപാരികളെ അമേരിക്ക തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ന് ആയത്തുള്ള ഖമേനി പറഞ്ഞുവെങ്കിലും നിലനിൽപ്പ് അപകടത്തിലായതോടെ വ്യാപാരികൾ ഖമേനിയെ വിശ്വസിക്കാൻ തയ്യാറായില്ല. ക്രമേണ സമൂഹത്തിലെ മറ്റു വിഭാഗങ്ങളെയും ആകർഷിക്കുവാൻ ഈ പ്രകടനത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇറാന്റെ സുരക്ഷാ സേനയിൽ നിന്നും ചിലർ കൂറുമാറിയതായിട്ട് റിപ്പോർട്ട് ഉണ്ടായിരുന്നുവെങ്കിലും ഖമേനി ഭരണകൂട തകർച്ചയുടെ ലക്ഷണങ്ങളൊന്നും തന്നെ അവിടെ ഇതുവരെയും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിനാൽ തന്നെ പ്രക്ഷോഭകാരികൾക്ക് അവരുടെ സമരത്തിൽ ആശങ്കയുണ്ട് എന്നുള്ളതാണ്. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന പാശ്ചാത്യ ഉപരോധങ്ങളിൽപ്പെട്ട് സാധാരണ ഇറാനികളുടെ ജീവിതം ഇതിനകം തന്നെ ദുരിതപൂർണമായി കഴിഞ്ഞു എന്നുള്ളതാണ്. കഴിഞ്ഞ വേനൽക്കാലത്ത് ഇസ്രയേലുമായിട്ടുള്ള സംഘർഷത്തിന് ശേഷം അമേരിക്കയും ചേർന്ന് ഇറാനിൽ ബോംബാക്രമണം നടത്തിയപ്പോൾ കാര്യങ്ങൾ അന്ന് കൂടുതൽ വഷളായി മാറി എന്നുള്ളത്. കഴിഞ്ഞ മാസം ഇറാനിൽ പണപ്പെരുപ്പം 50% കവിയുന്ന ഒരു സാഹചര്യം ഉണ്ടായല്ലോ. ഇതും അസ്വസ്ഥത വളർത്താൻ മതിയായിട്ടുള്ള കാരണങ്ങളിൽ ഒന്നാണ് എന്ന് പറയാം. വിദേശ ശക്തികളായിട്ടുള്ള അമേരിക്കയും ഇസ്രയേലുമാണ് പ്രധാനമായിട്ടും അസ്വസ്ഥതകൾ ആസൂത്രണം ചെയ്തത് എന്ന് ആയത്തുള്ള ഖമേനി ആരോപിക്കുമ്പോഴും അസ്വസ്ഥതയുടെ വ്യാപ്തി സൂചിപ്പിക്കുന്നത് പ്രതിഷേധക്കാരുടെ കോപം ഖമേനി സർക്കാരിനെതിരെ ആണ് എന്നുള്ള വസ്തുത മനസ്സിലാക്കാതെയാണ്. ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്നുണ്ട്. ഇത് ഇറാനിൽ അപൂർവമായിട്ട് കാണുന്ന കാഴ്ചയാണ്. അമേരിക്കയിൽ പ്രവാസിയായിട്ടുള്ള രാജ്യത്തിന്റെ മുൻ കിരീടാവകാശി റസാ പഹ്ലവി കുറച്ചു കാലമായിട്ട് അദ്ദേഹം തെരുവ് പ്രതിഷേധങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ ഇനി ഇറാന്റെ പരമോന്നത നേതാവായി അംഗീകരിക്കുവാൻ ഇറാനികൾ തയ്യാറാവുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. ഇതും അമേരിക്കയുടെ ചില തന്ത്രങ്ങളെ ദുർബലപ്പെടുത്തുന്നു എന്ന് പറയാം. US സൈനിക നടപടി
ഒരു തരത്തിലും സഹായിക്കുക. അതായത് ഈ ഡൊണാൾഡ് ട്രംപ് തന്റെ സൈനിക ഇടപെടൽ എങ്ങനെ വേണമെന്ന് വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു. പ്രതിഷേധങ്ങൾ ആരംഭിച്ച ഉടനെ പ്രകടനക്കാരെ കൊല്ലാൻ തുടങ്ങിയാൽ അമേരിക്ക ഇറാനെതിരെ സൈനിക നടപടി ആരംഭിക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തുന്നു. എന്നാൽ 1200 പരം പ്രകടനക്കാരെ കൊന്നിട്ടും അമേരിക്ക അനങ്ങിയിട്ടില്ല. ഇത് പ്രതിഷേധക്കാരെ തളർത്തുന്ന വികാരമാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒരു മടിയും കൂടാതെ സൈനിക പരിഹാരങ്ങൾ തിരഞ്ഞെടുക്കുവാൻ കഴിവുള്ള വെറും 10 ദിവസം മുൻപ് വെനിസ്വേലയിൽ ആക്രമണം നടത്തി അതിന്റെ നേതാവായി നിക്കോളസ് മഡൂറോയെ പിടികൂടാൻ കഴിഞ്ഞ ട്രംപ് എന്ന നേതാവ് എന്തുകൊണ്ടാണ് ഇറാനിൽ ഇടപെടാൻ മടിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. കാരണം ട്രംപിന് പെട്ടെന്ന് തീരുമാനമെടുക്കാൻ കഴിയാത്തതിന് കാരണങ്ങൾ നിരവധിയാണ്. ഇറാൻ വെനിസ്വേലയല്ല, പടിഞ്ഞാറൻ യൂറോപ്പിനോളം വലിയ ഒരു രാജ്യമാണ് ഇറാൻ. കഴിഞ്ഞ വർഷത്തെ ഇസ്രായേൽ ആക്രമണത്തിനും US സൈനിക നടപടിക്കും ശേഷം ഒരു സൈനിക ശക്തിയായിട്ട് ഖമേനിയുടെ കീഴിൽ ഇറാൻ തുടരുക തന്നെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ പ്രതികാരപരമായിട്ടുള്ള ആക്രമണങ്ങൾ അത് ജൂതരാഷ്ട്രത്തെ വെടിനിർത്തലിന് സമ്മതിക്കാൻ നിർബന്ധരാക്കിയ കാര്യം നമുക്ക് ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. ഖത്തറിനെതിരെ ഇറാൻ അയച്ച ബാലിസ്റ്റിക് മിസൈൽ നാശം വിതച്ചതോടുകൂടിയാണ് അമേരിക്ക ഇടപെട്ട് ഇറാനെതിരായുള്ള യുദ്ധം നിർത്തിയത് എന്നുള്ളതാണ്. അന്നത്തെ പോലെ ആയിരിക്കില്ല ഇപ്പോഴത്തെ ആക്രമണം. ആകെ ഗൾഫ് രാജ്യങ്ങൾക്ക് അമേരിക്കയുടെ മേലുള്ള വിശ്വാസം എന്നേക്കുമായി നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്നതായിരിക്കും ഈ ആക്രമണം എന്ന് പറയപ്പെടുന്നത്. കാരണം അമേരിക്കയ്ക്ക് ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾ വ്യോമതാവളം നൽകുക മാത്രമല്ല, ആയിരക്കണക്കിന് അമേരിക്കൻ സൈനികരെയാണ് തീറ്റിപ്പറ്റുന്നത് എന്നുള്ളത്. അപ്പോൾ അതെല്ലാം ഖത്തറിലോ മറ്റേതെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലോ ഒരൊറ്റ ഇറാൻ മിസൈൽ വീണാൽ നാമാവശേഷമാകാവുന്നതേ ഉള്ളൂ. റഷ്യയും ചൈനയും പിന്നിൽ നിന്ന് കളിക്കുന്നു. ഇന്നത്തെ കാലത്ത് കലാപത്തിന് വഴിമരുന്നിട്ട് കൊടുക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ സമൂഹ മാധ്യമങ്ങളാണ്. അതിലൂടെ പ്രചരിക്കുന്ന ഭയചകിതരാകുന്ന നുണകളാണ് ആളുകളെ കൂട്ടത്തോടുകൂടി പ്രക്ഷോഭത്തിന് പ്രേരിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതുമൂലം കഴിഞ്ഞ ദിവസം ഖമേനി സർക്കാർ ഇറാനിൽ ഇന്റർനെറ്റ് നിരോധിച്ചിരുന്നു. എന്നാൽ അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം അവിടെ ഇലോൺ മസ്ക് തന്റെ സ്റ്റാർലിങ്ക് എന്ന കമ്പനി വഴി ഇന്റർനെറ്റ് ചിലയിടങ്ങളിലും നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ ഈ സ്റ്റാർലിങ്കിൽ പലയിടത്തും പൊടുന്നതിനെ പ്രവർത്തിക്കാതാകുന്ന ഒരു സാഹചര്യം കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ഇതിന് പിന്നിൽ റഷ്യയും ചൈനയുമാണ് എന്ന് ആരോപിക്കുന്നു. അപ്പോൾ അവർ ഉപഗ്രഹങ്ങൾ വഴി സ്റ്റാർലിങ്കിനെ ജാം ചെയ്യുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതും ട്രംപിനെ അസ്വസ്ഥനാക്കുകയാണ്. ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ടെഹ്റാനിൽ തടവിലാക്കപ്പെട്ട അമേരിക്കൻ നയതന്ത്രജ്ഞരെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് US ശ്രമിച്ചത് ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്. 1980 അമേരിക്ക ഇതിനു വേണ്ടിയിട്ട് ഓപ്പറേഷൻ ഈഗിൾ ക്ലോ എന്ന പേരിൽ സൈനിക നടപടി ആരംഭിച്ചു. എന്നാൽ ഇത് പരാജയപ്പെട്ടു. ഇക്കാര്യം ട്രംപിന്റെ ഉപദേഷ്ടാക്കൾ അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചിരിക്കണം. അപ്പോൾ ഇതിനർത്ഥം ട്രംപ് സൈനിക ആക്രമണങ്ങൾക്ക് ഉത്തരവിടില്ല എന്നല്ല. എന്നാൽ അവരുടെ സമയം, ലക്ഷ്യങ്ങൾ, പ്രത്യാഘാതങ്ങൾ എന്നിവയെക്കുറിച്ച് അദ്ദേഹം തന്റെ കമാൻഡർമാരുമായിട്ടും ഉപദേശകന്മാരുമായിട്ടുള്ള അഭിപ്രായങ്ങളും മുന്നറിയിപ്പുകളും മുഖവിലക്കെടുത്ത് മാത്രമേ ട്രംപ് അത്തരത്തിലേക്ക് തിരിയൂ എന്നതാണ്. ഇറാനിലെ നിരവധി ആളുകൾ ഇസ്ലാമിക ഭരണകൂടത്തെ വെറുക്കുന്നുണ്ടെങ്കിലും ഇസ്രായേലോ അതിന്റെ പ്രധാന പിന്തുണക്കാരായിട്ടുള്ള അമേരിക്കയോ ആക്രമിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. അത്രത്തോളം മതവിശ്വാസികളാണവർ. കഴിഞ്ഞ വേനൽക്കാലത്തെ ഇസ്രായേൽ US ആക്രമണങ്ങൾ ഇറാനിലെ ആളുകളിൽ ദേശസ്നേഹം വളർത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ടാണ് അന്ന് ഇസ്രായേലിന്റെ അഭ്യർത്ഥന അവഗണിച്ചുകൊണ്ട് ഭരണകൂടത്തെ അട്ടിമറിക്കുവാനുള്ള സൈനിക നടപടികളിൽ നിന്നും ട്രംപ് അന്ന് വിട്ടുനിന്നത്. ഈ സാഹചര്യത്തിൽ വ്യോമാക്രമണങ്ങൾ ട്രംപിന്റെ മേശപ്പുറത്തുള്ള നിരവധി ഓപ്ഷനുകളിൽ ഒന്ന് മാത്രമാണ് എന്നുള്ളതാണ്. പകരം നയതന്ത്രമായിരിക്കും ട്രംപിന്റെ ആദ്യ ഓപ്ഷൻ ഇനിയുള്ളത്. തൽക്കാലം ഉപരോധങ്ങളിലൂടെ ഇറാനെ കൂടുതൽ ഞെരുക്കാൻ തന്നെയാണ് ട്രംപിന്റെ ശ്രമം. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഇറാനുമായിട്ടുള്ള വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ അമേരിക്കയുമായിട്ട് നടത്തുന്ന ഏതൊരു തരത്തിലുള്ള ബിസിനസ്സിനും US 25% അധിക തീരുവ ചുമത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അതായത് സൈനിക നടപടി ഉടനെ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഈ പ്രഖ്യാപനം നൽകുന്ന സൂചന എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ട്രംപ് ഏത് വിധത്തിലാണോ അവരുടെ സ്ട്രാറ്റജി ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത് അതിനെക്കാട്ടിലും ഒരു പടി മുകളിലാണ് ബാക്കിയുള്ളവർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുവാനുള്ള ഇറാന്റെ തീരുമാനമാണ് ട്രംപിനെ തോറ്റു പിന്മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല ഖമേനി അടക്കമുള്ളവരുടെ ഇടപെടലുകൾ ഇവിടുത്തെ ഈ രാഷ്ട്രീയത്തെ ഒപ്പം തന്നെ ഇതിനകത്തുള്ള കൊതിയന്മാരായിട്ടുള്ള ട്രംപിനെ അടക്കം തിരികെ പോകുന്നതിന്, യുദ്ധത്തിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നതിനുള്ള ഒരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.